നിങ്ങൾ പലതരത്തിലുള്ള റീബൂട്ട്സ് കണ്ടു കാണും. പക്ഷെ ഇങ്ങനൊരു റീബൂട്ട് കണ്ടു കാണാൻ വഴിയില്ല. യെസ് ഗൈസ്, ഐ എം ടോക്കിംഗ് അബൌട്ട് ആനക്കോണ്ട. ഈ ആനക്കോണ്ട വെറും ഒരു റീബൂട്ട് അല്ല. ഇതിന് ഹോളിവുഡ് വിളിക്കുന്നത് മെറ്റാ റീബൂട്ട് എന്നാണ്. സിനിമയ്ക്കുള്ള സിനിമ എന്ന് പറഞ്ഞ പോലെ ഈ ഫിലിമിന്റെ അകത്ത് ഒരു ഫിലിം റീബൂട്ട് ചെയ്യുന്നത് ഫിലിം ആക്കിയിരിക്കുന്നതാണ് ആനക്കോണ്ടയുടെ കോൺസെപ്റ്റ്. യെസ്, ഇതിന്റെ കൺസെപ്റ്റ് വളരെ ഇൻട്രസ്റ്റിംഗ് ആൻഡ് ഫ്രഷ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷെ ഫിലിം ജെന്യൂൻലി പറയുകയാണെങ്കിൽ എനിക്ക് അത്ര അങ്ങോട്ട് സെറ്റ് ആയില്ല. മെയിൻലി പറഞ്ഞാണെങ്കിൽ ഭയങ്കര റഷ്ഡ് ആയിട്ടാണ് എനിക്ക് ഫിലിം തോന്നിയത്. വളരെ ഇൻകംപ്ലീറ്റ് ആയിട്ട് പല ലോജിക്കൽ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഞാൻ എക്സ്പെക്ട് ചെയ്തത് വളരെ ഒരു കോമഡി അപ്രോച്ചും കൂടി ഞാൻ എക്സ്പെക്ട് ചെയ്തു. കാരണം ഇതിന്റെ സ്റ്റാർ ചെയ്യുന്നത് ജാക്ക് ബ്ലാക്കും പോൾ റെഡൊക്കെയാണ്. ബട്ട് ആ കോമഡി വർക്കൗട്ട് ആവുന്നുണ്ടെങ്കിലും മൂവി ഒരു മൊത്തത്തില് ഒരു എന്താ പറയാ അങ്ങോട്ട് സെറ്റ് ആയില്ല. എനിക്ക് ജെന്യൂൻലി തോന്നുന്നു അതിന്റെ റീസൺ ഇതിന്റെ ട്രെയിലറിൽ തന്നെ അവർ പല മെയിൻ കാര്യങ്ങളും റിവീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് പറഞ്ഞാൽ ഹോളിവുഡ് ഇപ്പൊ ഏത് ഫിലിം ഇറക്കിയാലും അതിന്റെ ട്രെയിലറിൽ തന്നെ മെയിൻ ഈവൻ അതിന്റെ ട്വിസ്റ്റ് വരെ ചിലപ്പോൾ അവർ റിവീൽ ചെയ്യാറുണ്ട്. സോ ടു എൻഡ് ആനക്കോണ്ട വളരെ ഒരു ഫ്രഷ് കൺസെപ്റ്റ് ആയിരുന്നെങ്കിലും ഒരു ആവറേജ് എക്സ്പീരിയൻസ് ആയിട്ടാണ് മാറിയത്. ജോക്സ് പലതൊക്കെ നല്ലതായിരുന്നു. ബട്ട് ഓവറോൾ ആ മൂവിയുടെ ഒരു എന്താ പറയാ ഒരു രീതി വെച്ച് നോക്കുമ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് സെറ്റ് ആയില്ല. ആ മൂവിക്ക് കുറച്ചുകൂടി ഒരു കാലിബർ ഉണ്ടായിരുന്നു. So that's Anaconda for you. Take care.